ഭൂപടങ്ങളിൽ നിന്നും പാകിസ്ഥാൻ എന്ന തെമ്മാടി ചെന്നായയുടെ തോലണിഞ്ഞ മനുഷ്യൻ്റെ പിറവിയെടുത്ത മനുഷ്യന്മാരല്ലാത്ത ആരോട് പറഞ്ഞാലും ആർക്ക് വേണ്ടി പറഞ്ഞാലും അവരത് മനസ്സിലാക്കില്ല. അവരുടേതായ ശൈലിയിൽ എടുത്തോളും. എന്ത് രസമാണ് നമ്മുടെ എണ്ണ കഴിഞ്ഞു. നമുക്ക് ഏറ്റവും കൂടുതൽ ലോകത്ത് ശക്തിയുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് ചൈനയാണ്, പിന്നെ അമേരിക്കയാണ്, റഷ്യയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. പക്ഷേ ഒരിക്കലുമല്ല, നമ്മുടെ ഇന്ത്യ തന്നെയാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ യുദ്ധം വന്നതിന് ശേഷവും അതിന് മുന്നേ നമ്മൾ വാങ്ങിക്കൂട്ടിയ ഒരുപാട് അമ്മാനി പ്രഹരമാണ് നമ്മുടെ ഇന്ത്യ കൊടുത്തിട്ടുള്ളത്. അത് എന്താണെന്നുള്ളത് നല്ല മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാടും നഗരവും എന്ന് പറഞ്ഞ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ രാജ്യം എന്നും ഉയരങ്ങളിലെത്തട്ടെ. ഇനി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തെമ്മാടി രാജ്യം എന്ന പേര് അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്ന പേര് ഇനി അല്പം ഉണ്ടാവില്ല. ലോക ഭൂപടങ്ങളിൽ നിന്നും പാകിസ്ഥാൻ എന്ന തെമ്മാടി ചെന്നായയുടെ തോലണിഞ്ഞ മനുഷ്യൻ്റെ പിറവിയെടുത്ത മനുഷ്യന്മാരല്ലാത്ത ഒരു കൂട്ടം രാജ്യത്തിൻ്റെ ആ രാജ്യം തന്നെ ഇല്ലാതെയാവുകയാണ്. ഇനി മെല്ലെ മെല്ലെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ കാശ്മീരിൽ കണ്ടതാണ്, ഒരു പെൺകുട്ടി അവളുടെ ഇണയുടെ ചേതനയറ്റ ശരീരത്തിനരികിൽ നെടുവീർപ്പോടുകൂടി, അതായത് നമ്മളൊക്കെ കണ്ടതാണ്. ഇനി അത് എങ്ങനെ വർണ്ണിക്കേണ്ടത് എനിക്കറിയില്ല. അപ്പോൾ ആ കുട്ടി പറഞ്ഞു അത്രേ, എന്നെ കൂടി കൊന്നിട്ട് പോവാൻ, അപ്പോൾ നീ നിൻ്റെ മോദിയോട് പോയി പറ എന്ന് പറഞ്ഞത്രേ. അപ്പോൾ അതിനുള്ള മറുപടി കൊടുത്തോണ്ടേയിരിക്കുകയാണ്. ഇനിയും പ്രഹരങ്ങൾ ഏറ്റുവാങ്ങാനായിട്ടായിരിക്കും പാകിസ്ഥാൻ ഉണ്ടായിരിക്കുക. അത് ഏകദേശം പകുതി തകർന്നു എന്നാണ് വാർത്തകളിൽ അറിയാൻ കഴിഞ്ഞത്. നമ്മൾ ഒരുപാട് മാപ്പ് കൊടുത്തു. അവർക്ക് സത്യം, സമത്വം, സാഹോദര്യം എന്ന ഒരു കാര്യം അവർക്ക് അറിയില്ല. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണ് നമ്മൾ അടിപിടി, വഴക്കും, തെറ്റിപ്പോലും എല്ലാതും ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും നമ്മൾ സമത്വമാണ്. നമുക്ക് ഇന്ത്യക്കാരുടെ ഒരു പ്രത്യേകത അതാണ് ശരിക്കും. അപ്പോൾ അതവർക്ക് അറിയില്ല. പക്ഷേ നമ്മുടെ വീരന്മാരായ ധീര സൈനികർ 2-3 പേര് അതിൽ മരണമടഞ്ഞു. അത് വല്ലാത്തൊരു ദുഃഖം തന്നെയാണ്. എന്നാലും നമ്മൾ മുന്നോട്ട് തന്നെയാണ്. കാരണം ഇനി ഞാൻ പറയണത്, നമ്മുടെ വാർത്താമാധ്യമങ്ങൾ അവര് ആവശ്യമില്ലാതെ, അതായത് നമ്മൾ ഈ ക്രിക്കറ്റും ഫുട്ബോളും വള്ളം കളിക്കൊക്കെ കമൻ്ററി പറയുന്ന പോലെയാണ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. കാരണം പ്രത്യേകിച്ച് ഡോക്ടർ അരുൺ കുമാർ, റിപ്പോർട്ടർ ചാനലിൻ്റെ
അതേപോലെ സുജാ പാർവതി, പക്ഷേ ഏറ്റവും കൂടുതൽ അനിൽകുമാറാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത് നിങ്ങളുടെ പ്രേക്ഷകരായ ആളുകളെ നിങ്ങൾ മണ്ടന്മാരാക്കുകയാണ്. കാരണം ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ സമാനമായ ഒരു സാഹചര്യമാണ് എന്ന് പ്രേക്ഷകർക്കറിയാം. പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് പഞ്ചാബിലെ ഈ മേഖലയിലേക്കും ജമ്മു മേഖലയിലേക്കുമാണ് തുടർച്ചയായിട്ട്, അതായത് ലാഹോർ മേഖലയിൽ നിന്നും ഇസ്ലാമാബാദ് റീജിയനിൽ നിന്നും പാക് കാശ്മീർ ഭാഗത്തു നിന്നുമായിട്ടാണ് ഇന്ത്യയിലേക്ക് തുടർച്ചയായിട്ട് ആക്രമണങ്ങൾ നടക്കുന്നത്. നിലവിൽ ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്നത് ലൈൻ ഓഫ് കൺട്രോൾ നിയന്ത്രണ രേഖ അനുസരിച്ച് 3223 കിലോമീറ്റർ ഉണ്ട്. ഗുജറാത്തിലെ അപ്പോൾ അതിന്റെ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ യുദ്ധത്തിന്റെ ഒരു പ്രതീതിയിലാണ് ശരിക്കും ഉള്ളത്. ഞാൻ വേറൊരു കാര്യം പറയാം. നമ്മുടെ ഈ കോടതിപ്പടി സ്മാർട്ട് ബസാറിൽ വെച്ചിട്ട് ഒരു 3 പേരെ ഞാൻ അവിചാരിതമായിട്ട് കാണുണ്ടായി. ഇനി അവർ തീവ്രവാദികളാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ പറയാം. കാരണം ഞാൻ കണ്ടപ്പോൾ 3 പേർക്കും നല്ല താടി ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഫോട്ടോയിലും വീഡിയോയിലൊക്കെ കണ്ടത് തീവ്രവാദികളായ ആളുകൾക്ക് താടി ഉള്ളതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അവർ തീവ്രവാദികളാണോ എന്ന് എനിക്കറിയില്ല. ഞാനതിൻ്റെ ഫോട്ടോ കയ്യിലുണ്ടായിരുന്നു, പക്ഷേ നമ്മളത് അങ്ങനെ പബ്ലിഷ് ചെയ്യുന്നത് ശരിയല്ല. എന്നിരുന്നാൽ പോലും നമ്മുടെ കേരളത്തിൽ തീവ്രവാദികൾ വന്നു എന്ന് ഇപ്പോൾ വാർത്താ ന്യൂസ് ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും നമ്മൾ ജാഗരൂകരായിട്ടിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അതേമാതിരി നമ്മളെ ഇന്ത്യയിലൊക്കെ കനത്ത സുരക്ഷയാണ്, അതുപോലെ തന്നെ കേരളത്തിലും ഉണ്ടായിക്കൂടാന്നില്ല. അപ്പോൾ നമ്മളൊക്കെ കരുതിയിരിക്കണം. നമ്മൾ മോക്ഡ്രിൽ നടന്ന പോലെ ആവില്ല അവർ ആക്രമിക്കുക. അപ്പോൾ നമ്മുടെ ജീവൻ നമ്മുടെ കയ്യിലാണ്. എന്തായാലും നമ്മൾ കരുതിയിരിക്കുക തന്നെ വേണം. നമ്മുടെ മണ്ണാർക്കാടിൽ ട്രാഫിക്കിൻ്റെ സിഗ്നൽ സിസ്റ്റം കൊണ്ടുവരില്ല. അത് വാഹനങ്ങൾക്ക് വലിയ ഉപകാരം തന്നെയാണത്. പ്രത്യേകിച്ച് കോടതിപ്പടിയിൽ, അതായത് പൊമ്പ്ര ഭാഗത്ത് നിന്നും വരുന്ന ഒരുപാട് വാഹനങ്ങളുണ്ട്. അവരൊക്കെ വഴി തിരിച്ചു വിടണം, എന്നിട്ട് പകുതി ബ്ലോക്ക് കുറയ്ക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ അത് മാത്രമല്ല, ആദ്യം പാലക്കാട് കോഴിക്കോട് നാഷണൽ ഹൈവേ ആണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു തിരക്ക് കമ്മിയാക്കണമെന്നുണ്ടെങ്കിൽ ബൈപ്പാസ് വഴി കുറച്ച് വാഹനങ്ങൾ മാറ്റി വിടണം. വലിയ വാഹനങ്ങൾക്ക് അതിലൂടെ പോകാൻ കഴിയില്ല. എങ്കിലും നമ്മൾ കുറച്ചൊക്കെ ട്രാഫിക്കിൻ്റെ ഒരു കൺട്രോൾ സിസ്റ്റം മണ്ണാർക്കാട് വേണം എന്നാണ്. കാരണം ഈ പ്രത്യേകിച്ച് അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ പോകുന്ന ആംബുലൻസ്, അതുപോലെ തന്നെ വേറെയും വിധത്തിൽ വാഹനങ്ങൾ പോകാറുണ്ട് ഈ വഴി. അപ്പോൾ അതിനൊക്കെ ഒരു നല്ല കാര്യമാണ്. മെയിനായിട്ട് ട്രാഫിക്കിൻ്റെ ഒരു 5-6 സിഗ്നലിൽ കൊണ്ടു വെച്ചാൽ തന്നെ വലിയ ഉപകാരമായി. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ലോകത്ത് ശക്തിയുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയണത് ചൈനയാണ്, പിന്നെ അമേരിക്കയാണ്, റഷ്യയാണ്, അങ്ങനെയാണ് ഇങ്ങനെയെന്ന് പറയും. പക്ഷേ ഒരിക്കലും അല്ല, നമ്മുടെ ഇന്ത്യ തന്നെയാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ യുദ്ധം വന്നതിന് ശേഷവും അതിന് മുന്നേ നമ്മൾ വാങ്ങിക്കൂട്ടിയ ഒരുപാട് ആയുധങ്ങളുണ്ട്. അപ്പോൾ അത് അല്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യക്കാണ്. യുദ്ധതന്ത്രങ്ങൾ അത് നമ്മുടെ ഇന്ത്യ തന്നെയാണ്. ഏറ്റവും മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങളും പരിശീലനങ്ങളും ഒക്കെ നമ്മുടെ ഇന്ത്യക്ക് തന്നെയാണ്. ഏറ്റവും വലിയ സോവിയറ്റ് യൂണിയനും അതേമാതിരി വലിയ രാജ്യത്തിലുള്ള ആൾക്കാരൊക്കെ പറയും ചൈന, ജപ്പാൻ അങ്ങനെയൊക്കെയാണ്. പക്ഷെ അല്ല, ഇനി നമുക്ക് ചൈനയും ജപ്പാനൊന്നും അല്ല കേട്ടോ, അത് നമ്മുടെ ഇന്ത്യ തന്നെയാണ്. കാരണം ഇന്ത്യക്കുള്ള പവർ ലോകരാജ്യത്ത് എവിടെയില്ല, അത് ഞാൻ പറയാം. എന്നിട്ട് ഇന്ത്യയെക്കുറിച്ച് അറിയാതെയാണ് ഈ പാകിസ്ഥാനെ കുറച്ച് പേരെ കൊന്നത്. പക്ഷേ ഇന്ത്യ ഇപ്പോഴും ക്ഷമിച്ചിട്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ
നമ്മൾ ക്ഷമിക്കുന്നതിനേക്കാളും കൂടുതൽ നരേന്ദ്രമോദി ക്ഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, സത്യം, സമത്വം, സാഹോദര്യം, അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ പാകിസ്ഥാൻ്റെ ഏകദേശമൊക്കെ കഴിയാറായി എന്നാണ് പറയണത്. അപ്പോൾ ഇനി പാകിസ്ഥാന് രക്ഷയില്ല. പാകിസ്ഥാന് ഇനി വേറെ എന്തെങ്കിലും രീതിയിൽ ജോലിക്ക് പോവായിരിക്കും നല്ലത്. കാരണം നമ്മളോട് കളിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയോട് കളിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യക്കാരോട് കളിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് നല്ല അടങ്കറ കിട്ടുമെന്ന് അവർക്ക് അറിയാമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അറിഞ്ഞു അവർ. അതുപോലെ തന്നെ ഇന്ന് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഏതോ ഒരു തെണ്ടി നമ്മുടെ ഇന്ത്യൻ റോഡിലൂടെ പോകുന്നൊരു വാർത്ത കണ്ടു. അടിപൊളി. അപ്പോൾ ഇനി യുദ്ധമുണ്ടായാൽ ഇനി പാകിസ്ഥാനെ പിച്ചെടുക്കാം ഇന്ത്യയിൽ വന്നിട്ട്. പക്ഷേ വേറൊരു കാര്യം കേട്ടോ, പാർലമെൻറ്റിൽ വെച്ചിട്ട് പ്രധാനമന്ത്രിയുടെ ഒരു MLA എന്ന് പറയുന്ന ഒരു PA ഏതോ ഒരാൾ കരഞ്ഞുകൊണ്ട് യുദ്ധം നിർത്തൂ, ഞങ്ങൾക്ക് സഹിക്കാനാവുന്നില്ല, ഞങ്ങൾക്ക് മതിയായി എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളുടെ പ്രധാനമന്ത്രി ഒരു ഭീരുവാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് പറയിപ്പിച്ചിട്ടല്ലേ അവരെ കൂട്ടത്തിൽ തന്നെ കൊല്ലുകയാണ്. ഒരു നിലനിൽപ്പില്ലാത്ത രാജ്യമാണ്. കാരണം അവരാൾക്കാരെ കൊന്നിട്ട് ഇന്ത്യയുടെ മേലിൽ ചാർത്താനുള്ള പരിപാടിയുണ്ട്. പക്ഷേ അതൊന്നും നടക്കില്ല. അത് വേറെ, അതിപ്പോൾ എന്തിരുന്നാൽ പോലും ചാരന്മാരുടെ നാടല്ലേ. അപ്പോൾ അതിൻ്റേതായ ഒരു അതുണ്ടാവാം. അല്ലാതെ അവരതും ചെയ്യും, അതിൻ്റെ അപ്പുറം ചെയ്യും. ഇന്ത്യയിൽ ഒന്നും ചെയ്യാനും ഇതിനൊന്നും കഴിയില്ല. കാരണം ഇതിനു മുന്നേ നമ്മൾ ബ്രഹ്മോസ് എന്ന് പറഞ്ഞൊരു മിസൈല് നമ്മൾ അറിയാതെ കൈ തൊട്ട് പോയിട്ട് പാകിസ്ഥാൻ്റെ എയർ ഭാഗത്ത്, അതായത് ആ നിരീക്ഷണ ഭാഗത്ത് 3 മിനിറ്റും 47 സെക്കൻഡും നിന്നിട്ട് അവരുടെ റഡാറുകൾക്ക് കണ്ടുപിടിക്കാൻ പോലും കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും വലിയ ഒരു എക്യുപ്മെൻറ്റ്സാണ് നമുക്കുള്ളത്. ഇന്ത്യ ആരെയും താത്തിക്കെട്ടാൻ പോവില്ല. എന്തായാലും നമുക്ക് കണ്ടത് കാണാം. ആവശ്യമില്ലാത്ത കമൻറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ വേറെ രീതിയിൽ എത്തിക്കാം. നല്ലവരായ സുഹൃത്തുക്കളെ, നമുക്ക് രാജ്യസ്നേഹം, ഞാൻ പറഞ്ഞിട്ടില്ല, രാജ്യത്തിൻ്റെ സ്നേഹം നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി. നമുക്ക് അഭിമാനം കൊണ്ടാൽ മതി. ഞാൻ ഇന്ത്യ രാജ്യമാണ്, എൻ്റെ രാജ്യം ഇന്ത്യയാണെന്ന്. നമ്മൾ സാഹോദര്യവും എല്ലാതും നമ്മുടെ ഉള്ളിലാണ്. നമ്മൾ റോഡിൽ പോലും അടിപിടി ഉണ്ടായിക്കഴിഞ്ഞാൽ, നമ്മളൊന്ന് വീഴാൻ പോയാൽ നമ്മൾ അടി ഉണ്ടാക്കിയവർ തന്നെ നമ്മളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് നമുക്ക് ശുശ്രൂഷ തരുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് അറിയില്ല ശരിക്ക്. അപ്പോൾ നല്ലവരായ സുഹൃത്തുക്കളെ, നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഒപ്പം മുന്നോട്ട് നീങ്ങണം. അത് മാത്രമല്ല കേട്ടോ, വേറെ ഇനിയിപ്പോൾ അതങ്ങനെ പറയാൻ പാടുമോ അറിയില്ല. പക്ഷെ പറയാതെ വേറെ കോലമല്ല. ഇതിൽ സന്തോഷിക്കുന്ന ആൾക്കാരും ഉണ്ട്, സങ്കടപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ഈ തീവ്രവാദികളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരോടൊക്കെ മറുപടി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മണ്ണർക്കാട് കാഞ്ഞിരപ്പള്ളി സ്വദേശി പഹൽഗാമിൽ വെച്ചിട്ട് ഒരു പുഴയിൽ വെച്ചിട്ടോ കാരണം മരിക്കണ്ടായി. അതിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്തിന് വേണ്ടി അവിടെ പോയി, എങ്ങനെ അവിടെ എത്തി, ആർക്ക് വേണ്ടി പോയി. അപ്പോൾ ബാംഗ്ലൂരിൽ എന്തോ ഒരു കമ്പനിയിൽ ജോലിക്കാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയിരുന്നതെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ തന്നെയാണ് തീവ്രവാദികളാവുക. ഇങ്ങനെ തന്നെയാണ് രാജ്യം നശിപ്പിക്കുക. കാരണം അവർക്ക് ഇവിടെ വരുമ്പോൾ വലിയ കമ്പനി, കാശും കാര്യങ്ങളൊക്കെ ഉള്ള രീതിയിലാണ് അവർ പെരുമാറുക. നമ്മൾ മോഹൻലാലിൻ്റെ ഒരു സിനിമ കണ്ടിട്ടില്ലേ? അപ്പോൾ തീവ്രവാദികൾ
തീവ്രവാദികളുടെ സ്വഭാവം കാണിക്കും. എന്തായാലും കേരളം കൂടി നിരീക്ഷണത്തിലാണ്. പക്ഷെ കേരളം നിരീക്ഷണത്തിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ആദ്യം നശിപ്പിക്കപ്പെടുന്നത് കൊച്ചി ആയിരിക്കാം, അതേപോലെ തിരുവനന്തപുരം, അതേപോലെ കോഴിക്കോട്, പ്രധാന നഗരങ്ങളൊക്കെയാണ് ഇത്. അപ്പോൾ ഇതൊക്കെയാണ് അവർ ടാർഗറ്റ്. കാരണം തീവ്രവാദികൾക്ക് ഭയങ്കര ക്ഷമയാണ്. കാരണം അവർക്ക് പൈസയും കാര്യങ്ങളൊക്കെ ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. കേരളത്തിലൊരു തീവ്രവാദി തെണ്ടി വന്ന് പഠിച്ചു എന്ന് പറയുമ്പോൾ ആ തെണ്ടിക്ക് പഠിക്കാനും താമസിക്കാനും ഭക്ഷണത്തിനും അതേമാതിരി വാഹനത്തിനുള്ള ചിലവൊക്കെ ആരാണ് കൊടുത്തത് എന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. അപ്പോൾ ഇതൊന്നും നമ്മുടെ NIA അതേമാതിരി ഏജൻസികളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അല്ല ഇവർക്ക് വിവരം കിട്ടിയിട്ട് ഇവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം നമ്മുടെ ജീവനൊക്കെ എപ്പോൾ വേണമെങ്കിലും പോവാം, അത് റോഡിലായാലും നാടിലായാലും എവിടെയായാലും. പക്ഷേ ഇങ്ങനെ ഒരാളെ വെടിയേറ്റ് മരിക്കുക എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു സങ്കടം തന്നെയാണ്. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് കരുതിയിരുന്നോളുണ്ടോ, എവിടെയാണ് എങ്ങനെയാണ് എന്നിപ്പോൾ ഒരാളെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ ഇനി ഞാൻ വേറൊന്ന് പറയട്ടെ, നമ്മുടെ ന്യൂസിലത്തെ ചാനലുകാർക്ക് ഇപ്പോൾ MDMA പറ്റിയിട്ടും കഞ്ചാവിനെ പറ്റിയിട്ടും ഒന്നിനെ പറ്റിയിട്ടും പറയാമല്ലോ. അതാണ് മാധ്യമധർമ്മം കേട്ടോ. അപ്പോൾ നിങ്ങൾ വാർത്തകൾ കാണണ്ടെന്നല്ല പറഞ്ഞത്. പക്ഷേ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ചില കാര്യങ്ങളിൽ നമ്മൾ ഒന്ന് സൂക്ഷിച്ചിട്ട് നമ്മൾ സംസാരിക്കണം എന്നാണ് ഞാൻ പറയണത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ളതൊക്കെ നമുക്ക് അവിടെ പിന്നെ പറയാം. നമുക്ക് കുറച്ച് നേരം സൺസെറ്റ് കാണാം, നല്ല രസമാണ്. പിന്നെ എന്നെ തല്ലുണ്ടമ്മാവ, ഞാൻ നന്നാവൂല. അതെന്താ അങ്ങനെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നൊട്ടമലയിൽ ഞാൻ കുറേ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇയാരാ നാട് നഗരം നന്നാക്കാം. നമുക്ക് നാട് നന്നാക്കാം, നഗരം നന്നാക്കാം. അപ്പോൾ ഈ ആദ്യം ശരിയാവും, ഞാൻ ശരിയായിരുന്നു. അത് ശരിക്കും അവർ കാണാനായിട്ടാണ് ഞാൻ ശരിയായത്. അല്ലാതെ ഇപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ നല്ല വേണ്ടാത്ത രീതിയിലല്ല നടക്കുന്നത്. എന്തൊരു കലികാലം, ഇത് ശരിക്കും കലികാലമാണ് കേട്ടോ. നമ്മൾ ആരോട് പറഞ്ഞാലും ആർക്ക് വേണ്ടി പറഞ്ഞാലും അവരത് മനസ്സിലാക്കില്ല. അവരുടേതായ ശൈലിയിൽ എടുത്തോളും. എന്ത് രസമാണ് നമ്മുടെ എണ്ണ കഴിഞ്ഞു.